വിഭാഗീയതയുടെ പേരിൽ സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിലാണ് നടപടി. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവിടെ നിന്നുള്ള ആരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. സൂസൻ കോടിയെ കമ്മിറ്റിയിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന ചോദ്യത്തിനായിരുന്നു മറുപടി. സൂസൻ കോടിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി തന്നെയോ കരുനാഗപ്പള്ളി വിഷയം. കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പോവുകയാണ് പാർട്ടി. ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിലും എടുത്തിട്ടില്ല, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തിട്ടില്ല. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, CPM നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയായിരുന്നു കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത. വിഭാഗീയതയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ സൂസൻ കോടിയെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. നേതൃത്വം CPM തന്നെ സൂസൻ കോടിയെ പുറത്താക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. സംസ്ഥാനത്ത് തന്നെ CPM-ന് ഏറ്റവും അധികം ഒരുപക്ഷെ നാണം കെടുത്തിയെന്ന് പറയാൻ പറ്റുന്ന സംഭവമായിരുന്നു കരുനാഗപ്പള്ളിയിൽ നടന്ന വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെപ്പോലും ിട്ടുകൊണ്ട് അതായത് ആ സമ്മേളനം, അത് ലോക്കൽ സമ്മേളനങ്ങൾ അത് അവിടെ നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി പലതവണ ഇടപെട്ടിട്ട് പോലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം. നമുക്കറിയാം, ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ കരുനാഗപ്പള്ളി ഏരിയ പൂർണ്ണമായി ഒഴിവാക്കി. അവിടെ നിന്നും ഒരു പ്രതിനിധി പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അത്തരത്തിലേക്ക് പോയി. അവിടെ നിന്നും ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിലെ ജില്ലാ സെക്രട്ടറിയിലൊക്കെ ഉണ്ടായിരുന്ന P. വസന്തൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കുകയും ചെയ്തു. ആ സൂസൻ കോടിയായ തന്നെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു. പാർട്ടി, അതായത് ഒരു തരത്തിലും പാർട്ടിക്ക് മുകളിലേക്ക് ഒരു നേതാവും വളരണ്ട എന്നുള്ള കാര്യം അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ടിക്ക് പലതരത്തിൽ ദോഷം ചെയ്യാൻ സാധിച്ചിരുന്നു. അതായത് കൊല്ലം ജില്ലയിലെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഇടത് പാർട്ടിക്ക് കാര്യങ്ങൾ ഉണ്ടാക്കിയത് ഗോപാലെ വളരെയധികം മോശമാക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം കൊല്ലത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അധികം CPM എന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം കൊല്ലത്ത് വലിയ സംഘടനാ CPM-നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്ത് പരിശോധിച്ചാൽ തന്നെ കേരളത്തിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളും 11 നിയോജക മണ്ഡലങ്ങളുണ്ടെങ്കിൽ ആ 11 നിയോജക മണ്ഡലങ്ങളിലും LDF വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു ജില്ലയാണ്. എല്ലാ മണ്ഡലവും നേടിയെടുക്കാൻ സാധിച്ച ഒരേ ഒരു ജില്ലയാണ് ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അതിലേക്കാണ് ഇത്തരത്തിൽ ഈ കരുനാഗപ്പള്ളി, അതും CPM-ന് അതിശക്തമായ പേരുള്ള വലിയ സംഘടനാ ശേഷിയുള്ള, സംഘടനാ ബലം വലുതായുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെയുള്ള ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അത് CPM-നെ, കൊല്ലത്തെ CPM-ന്, അത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ലോക്കൽ കമ്മിറ്റികളോ അല്ല, കേരളത്തിലെ കൊല്ലത്തിലെ CPM-നെ തന്നെ മൊത്തത്തോടെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് ഈ മുകേഷ് MLA ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നു. അത് നമ്മൾ പറയാതെ പോകാൻ കഴിയില്ല. മുകേഷ് MLA-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ കാലയളവുകളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടക്കുന്ന കാലയളവിലാണ് മുകേഷ് MLA-ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ അതിൽ പ്രതിസ്ഥാനത്തും പ്രതിരോധത്തിലേക്കും CPM പോകുന്ന കാഴ്ചയുണ്ടായി. കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മേയർ പ്രസന്ന ഏണസ്റ്റിന്റെയും അതിനോടൊപ്പം തന്നെ CPI-യുമായി ബന്ധപ്പെട്ട് ഈ മേയർ സ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ. അത്തരത്തിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഒരു പിടി, അതായത് എണ്ണിയാൽ തീരാത്തത്രയും മറുപടി പറഞ്ഞാൽ അവസാനിക്കാത്തത്രയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശക്തമായ ഒരു നടപടി എടുത്ത് ഇനി ആരും പാർട്ടിക്ക് മുകളിൽ വളരണ്ട എന്നുള്ളൊരു. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ സമ്മേളനത്തിൽ, അതായത് സൂസൻ കോടിക്കെതിരായ നടപടിയും P. ഗഗാറിനെതിരായ നടപടിയുമാണ് ഈ സമ്മേളനത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യം. അതായത് വയനാട് പോലെ ഒരു ജില്ലയിൽ ഇത്തരത്തിലുണ്ടായ വിഭാഗീയത അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗഗാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി തന്നെയാണ് പോയത്. സൂസൻ കോടിയെ സമാനമായി ഇത്തരത്തിലൊരു അട്ടിമറിക്കുള്ള ശ്രമം കരുനാഗപ്പള്ളി പോലെ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയിൽ നടത്തി. അതുകൊണ്ട് തന്നെയാണ് സൂസൻ കോടിക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനി അങ്ങനെ ഒരാൾ പാർട്ടിക്ക് മുകളിൽ വളരണ്ട, പാർട്ടിക്ക് അടിപ്പണി നടത്തി പാർട്ടി അങ്ങ് തളർത്തിക്കളയാമെന്ന് ആരും കരുതേണ്ടതില്ല എന്നൊരു താക്കീത് തന്നെ അത് കൃത്യമായി അങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. പിന്നീട് CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ സംഘടനാ ശേഷി ഉണ്ടെന്നാലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ചെറുതല്ലാത്ത തോൽവിയാണ് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് 2014, 19, ഏറ്റവും അവസാനമായി 24 വർഷങ്ങളിൽ ഉണ്ടായത്. അതേസമയം നിയോജക മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വിജയം ഉണ്ടാകുന്നു. ചില എണ്ണിയാൽ 1, 2 ഇത്തവണ കുണ്ടറയും കരുനാഗപ്പള്ളിയും മാത്രമാണ് CPM-ന് LDF-ന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത്തരത്തിൽ നിയോജക മണ്ഡലത്തിൽ വലിയ ശേഷി ഉണ്ടാവുകയും ലോക്സഭ
നിയമസഭാ മണ്ഡലത്തിൽ 50 താഴെ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കൊല്ലത്ത് CPM നുണ്ട്. അത്തരത്തിൽ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോട്ടിംഗ് സംവിധാനമുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം തികച്ച് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ശക്തി പ്രകടനം, തങ്ങളുടെ ശക്തി എന്താണ് കൊല്ലത്ത്, CPM എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്ന രീതിയിൽ കൊല്ലത്ത് അത് തെളിയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ലക്ഷത്തിന്റെ കണക്കുണ്ടാകുന്നതും 2 ലക്ഷം പ്രവർത്തകരുടെയും അണികളുടെയും എന്ന രീതിയിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നതും ഈ 25,000 റെഡ് വാളണ്ടിയർ മാർച്ച് ഉണ്ടാകുന്നതും നേരത്തെ തന്നെ കൃത്യമായി ഓരോ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റി തലങ്ങളിൽ ബ്രാഞ്ച് കമ്മിറ്റികൾ കോട്ടയിട്ടുകൊണ്ട് ഇത്ര സഖാക്കൾ കൊല്ലം ആശ്രാമ മൈതാനത്ത് എത്തിയിരിക്കണം എന്ന തരത്തിലേക്ക് കോട്ടയിട്ട് ഇത്ര വാഹനങ്ങൾ ബുക്ക് ചെയ്ത് ആ വാഹനത്തിൽ എത്ര പേരുടെ എണ്ണം എടുത്താണ് ഓരോ കമ്മിറ്റികൾക്കും നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അങ്ങ് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇനിയുള്ള നാളുകൾ അങ്ങേയറ്റം നിർണായകമാണ് എന്നുള്ള വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിൽ കൂടിയാണ് CPM ഈ സമ്മേളനത്തെ കാണുന്നത്. ദിവ്യ ഗോപാൽ പറഞ്ഞതുപോലെ തന്നെ കാര്യം ഇപ്പോൾ 2 നിയമസഭാ സീറ്റുകളാണ് CPMന്റെ അതായത് LDFന്റെ കയ്യിലില്ലാതിരിക്കുന്നത്. അതുകൂടെ പിടിക്കുക. ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും ആ ചർച്ചകളെല്ലാം തന്നെ ലക്ഷ്യം വെച്ചത് 3ാം പിണറായി സർക്കാർ എന്നുള്ളത് തന്നെയാണ്. അതിനെ ഏത് തരത്തിലും ആ 3ാം പിണറായി സർക്കാർ വരിക എന്നുള്ള ലക്ഷ്യം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. 3ാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുക എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. ലിജോ റോളൻസും ഗോപാൽ ശിലാസനലുമാണ് വിവരങ്ങൾ നൽകിയത്.